ഡോക്ടറെ ഏ ഡോക്ടർ നല്ല പണിയാണ് കാണിച്ചേ. എന്തു പറ്റി? ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത ടൂത്ത് പേസ്റ്റ് ഇല്ലേ, ആ അത് മൊത്തം കെമിക്കലാ. കെമിക്കലോ? എന്ത് കെമിക്കല്? അതെനിക്കറിയാൻ മേല. എന്തായാലും ഞാൻ ആ ട്യൂബിൻ്റെ അടിയിൽ രേഖ കണ്ടു. രേഖയോ? ആ, ഈ ട്യൂബിൻ്റെ അടിയിലൊക്കെ രേഖയുണ്ടാവും. ശരി, ഡോക്ടർക്ക് ഇതൊന്നും അറിയാൻ മേലല്ലേ. ഈ ട്യൂബിൻ്റെ അടിയിൽ ഈ കാണുന്ന ഭാഗത്തെ രേഖ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിലെന്തൊക്കെ അടങ്ങിയിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് നല്ല പച്ച കളർ. ഈ കളറിൻ്റെ അർത്ഥം ഇതിനുള്ളിൽ മൊത്തം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണെന്നാണ്. ഇതുപോലെ ബ്ലൂ കളറാണെന്നുണ്ടെങ്കിൽ നാച്ചുറലും മെഡിസിനും തമ്മിലുള്ളൊരു മിക്സാണ്. ഇനി റെഡ് ആണെങ്കിലോ നാച്ചുറലും കെമിക്കലും കൂടിയുള്ളൊരു മിക്സാണ്. ബ്ലാക്ക് ആണെങ്കിൽ ഉണ്ടല്ലോ ഫുള്ള് കെമിക്കലാ. ഡോക്ടർക്ക് അറിയാവോ, നാച്ചുറൽ സാധനം മാത്രം ഉപയോഗിച്ച് ജീവിച്ചു വരുന്ന ഒരു ശുദ്ധ ബ്രഹ്മചാരിയാണ് ഞാൻ. എന്നോട് ഈ പണി വേണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ ഈ അടുത്താണോ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി? എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ചേട്ടാ, ആ കാണുന്ന കളറുകളുണ്ടല്ലോ, അതിന് ആ ട്യൂബിനകത്തുള്ള കണ്ടൻറ്റുകളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ട്യൂബുകൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ മെഷീനിൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഓരോ ട്യൂബിൻ്റെയും ലെങ്ത്ത് കട്ട് ചെയ്ത് വരുന്നത്. ഇത് എവിടെ വെച്ച് കട്ട് ചെയ്യണം എന്ന് ആ മെഷീന് തിരിച്ചറിയാനുള്ള ഒരു കളർ കോഡിങ് മാത്രമാണത്. മെഷീനിന് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഇത് ആ ട്യൂബിലുള്ള മറ്റ് കളറുകളെക്കാളും ഒരല്പം എടുത്തു നിൽക്കുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇത് കണ്ടോ, പർപ്പിൾ കളറിലുള്ള ടൂത്ത് പേസ്റ്റ് ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലാണ് അവർ ആ കോഡിങ് വെച്ചിരിക്കുന്നത്. കാരണം ഇതായിരിക്കും കുറച്ചുകൂടെ എടുത്തു നിൽക്കുന്ന കളർ. എന്നിട്ട് ഇക്കാര്യം നിങ്ങളാരും ഇതുവരെ ഫേസ്ബുക്കിലെ സൂക്കറണ്ണനോട് പറഞ്ഞില്ലേ? അതിന് സൂക്കറണ്ണനല്ലല്ലോ ഇതൊന്നും പടച്ചു വിടുന്നത്. വെറുതെ സമയം കളഞ്ഞു. ഡോക്ടറെ, ഞാനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്തേക്കണം കേട്ടോ. ഭർത്താവേ, ഇനി എയ്ഡ്സ് ഉള്ള ഫ്രൂട്ടിയുടെ കഥ തൊട്ട് എന്തൊക്കെ ഫോർവേഡുകൾ വരാൻ കിടക്കുന്നോ.